നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പരസ്പര സൗഹൃദത്തോടെയുള്ള റോഡ് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. റോഡുകളിലുണ്ടാകുന്ന തർക്കങ്ങൾ അവതരിപ്പിച്ചും മികച്ച റോഡ് സംസ്കാരം കാഴ്ചവെച്ചവർക്ക് സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും നൽകിയുമാണ് ക്യാമ്പയിൻ നടന്നത്. നഗരസഭ ചെയർമാൻ PP എൽദോസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡ്രൈവിംഗ് കൂടുതൽ ആസ്വാദ്യകരമാക്കാനും നിരത്തിലെ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാനും ഒരു പുത്തൻ റോഡ് സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയത്. റോഡിലെ തർക്കങ്ങൾ നിത്യസംഭവമാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ക്രിയാത്മകമായി ചിത്രീകരിച്ചതാണ് പരിപാടിയുടെ ഉള്ളടക്കം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിന് സമീപം നടന്ന സംഭവത്തിൽ കാർ ഡ്രൈവറും ബൈക്ക് യാത്രക്കാരും തമ്മിലുള്ള സംഘർഷമാണ് ആദ്യം നടന്നത്. അവർ തമ്മിലുള്ള സംഘർഷം വലിയ തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും നീങ്ങുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ഉദ്യോഗസ്ഥർ ഇതിലിടപെടുന്ന സംഭവമാണ് ഉണ്ടായത്. ഈ തർക്കങ്ങൾക്കിടയിൽ നാട്ടുകാരുടെ പ്രതികരണശേഷി കാർ യാത്രക്കാർക്കൊപ്പം കൂടുന്നതോടെ സംഭവം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. താങ്ക്സ്, സോറി, പ്ലീസ് എന്ന പുതിയൊരു സംസ്കാരത്തിനാണ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. നല്ലത് കണ്ടാൽ താങ്ക്സ് പറയാനും, തെറ്റായി എന്ന് തോന്നിയാൽ സോറി പറയുവാനും, ഞാൻ ആദ്യം എന്ന് തോന്നുമ്പോൾ പ്ലീസ് പറയുവാനുമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ റോഡ് സംസ്കാരത്തിൽ ഉപയോഗിക്കുവാൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും ബഹുമാനായ രാജേഷ് അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു പക്ഷിയുടെ ജീവനാണെങ്കിലും മൃഗത്തിൻ്റെ ജീവനാണെങ്കിലും മനുഷ്യൻ്റെ ജീവനാണെങ്കിലും ഒരു ജീവനാണ് എന്നുള്ള ബോധ്യത്തോടെയാണ് അദ്ദേഹം ആ പെരുമാറ്റം നടത്തിയിട്ടുള്ളത്. നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിക്കുന്ന ആ തരത്തിലുള്ള പ്രവർത്തികൾ മാറ്റിവെച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവന് ഒരുപോലെയാണ് വില എന്ന് മനസ്സിലാക്കി റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും രാജേഷിനെ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് വേണ്ടി, നഗരവാസികൾക്ക് വേണ്ടി, ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ മംഗളങ്ങളും നേർന്ന് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മൂവാറ്റുപുഴ RTO സുരേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റോഡിലെ കരുതലോടെയുള്ള ഡ്രൈവിംഗിന് സോഷ്യൽ മീഡിയയിൽ അംഗീകാരം നേടിയ KSRTC ഡ്രൈവർ MR രാജേഷിനെ ചടങ്ങിൽ ആദരിച്ചു. അദ്ദേഹത്തിന് കൊടുക്കാം. ഈ ഒരു മനസ്സ് അത് അദ്ദേഹം ഇനിയുള്ള ഡ്രൈവിംഗിൽ കാത്തു സൂക്ഷിക്കുക. അംഗീകാരങ്ങൾ അതൊരു പ്രചോദനമാണ്.
നാളെ ഇത് കണ്ടു നിൽക്കുന്നവർക്കും ഇത്തരം നല്ല കാര്യങ്ങൾ റോഡിൽ ആവർത്തിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ഒരു ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ നിർമ്മിച്ച റോഡിലെ പരസ്പര സഹകരണത്തിന് സാധ്യത വിളിച്ചോതുന്ന ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും നടന്നു. എറണാകുളം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നജീബിന്റെ രചനയിൽ ബിനോയ് പട്ടിമറ്റം സംവിധാനം നിർവഹിച്ച റോഡ് ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി ജനങ്ങളിൽ കൗതുകവും അതിലേറെ മുൾമുനയിൽ നിർത്തുന്ന സംഭവവുമായി മാറി. റോഡിലുണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റിലുപരി, അതായത് ഇപ്പോൾ റോഡിൽ തമ്മിലടികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അറിയാം, നമ്മുടെ റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം റോഡുകൾ അതനുസരിച്ചിട്ട് വികസിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം നമ്മുടെ ഡ്രൈവിങ്ങിനെ വല്ലാതെ സംഘർഷഭരിതമാക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും അവസരോചിതമായി നമ്മൾ പ്രയോഗിക്കുന്ന 3 വാക്കുകളുണ്ട്: താങ്ക്സ്, സോറി, പ്ലീസ്. കാരണം ഈ 3 വാക്കുകളുടെ പ്രായോഗികവൽക്കരണമാണ് പലപ്പോഴും നമ്മളുടെ ബന്ധങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. ഇതേ വാക്കുകൾ നമുക്ക് റോഡിൽ പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സിഗ്നൽ നിയമങ്ങളെ ബോധവൽക്കരിക്കാനായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. റൗണ്ട് അബൌട്ടിലേക്ക് പ്രവേശിക്കുന്ന വാഹനത്തിനാണോ റൗണ്ട് അബൌട്ടിൽ ഉള്ള വാഹനത്തിനാണോ റോഡിൽ മുൻഗണന? ഉള്ള വാഹനത്തിന് റൗണ്ട് അബൌട്ടിൽ ഉള്ള വാഹനത്തിനാണ് റോഡിൽ മുൻഗണന. റൗണ്ട് അബൌട്ടിൽ ഉള്ള വാഹനത്തിനാണ് റോഡിൽ മുൻഗണന. പേരെന്തായിരുന്നു? എബി ആണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മോട്ടോർക്കാരനല്ലേ? ഉപഹാരം കൈമാറുന്നതിന് എബിയെ ക്ഷണിക്കും. മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ SG പ്രസാദ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.